വെൽക്കം ടു ദ വീഡിയോ. നമ്മൾ ഇന്ന് പഠിക്കുന്നത് വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ ആണ്. ഈ വീൻ ബ്രിഡ്ജ് ഓസിലേറ്ററും ഒരു ലോ ഫ്രീക്വൻസി ഓസിലേറ്റർ ആണ്. എക്സാമിന് RC ഫേസ് ഷിഫ്റ്റോ വീൻ ബ്രിഡ്ജ് ഓസിലേറ്ററോ ഏതെങ്കിലും ഒരു ഓസിലേറ്റർ ചോദിക്കും. ഇതിനകത്ത് പ്രധാനമായിട്ടും രണ്ട് ആംപ്ലിഫയർ ഉണ്ട്. ഇത് ഒന്നാമത്തെ ആംപ്ലിഫയർ, ഇത് രണ്ടാമത്തെ ആംപ്ലിഫയർ. അപ്പോൾ ഈ ഒന്നാമത്തെ ആംപ്ലിഫയർ 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് കൊടുക്കും, രണ്ടാമത്തെ ആംപ്ലിഫയർ 180 ഡിഗ്രി ഫേസ് ഡിഫറൻസ് കൊടുക്കും. അങ്ങനെ രണ്ട് ആംപ്ലിഫയർ ചേർന്ന് 360 ഡിഗ്രി ഫേസ് ഡിഫറൻസ് കൊടുക്കും. അതുകൊണ്ട് ഈ ഫീഡ്ബാക്ക് നെറ്റ്വർക്കിന് അഡീഷണൽ ആയിട്ട് ഫേസ് ഡിഫറൻസ് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതാണ് ഫീഡ്ബാക്ക് നെറ്റ്വർക്ക്. ഫീഡ്ബാക്ക് നെറ്റ്വർക്ക് ഇതാണ്. പിന്നെ ഫിഗർ വരയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ നിങ്ങൾ രണ്ട് ആംപ്ലിഫയർ വരയ്ക്കുക. ഒന്നാമത്തെ ആംപ്ലിഫയറിൽ R1 ഉം R2 ഉം പരമായിട്ട് R5 ഉം R6 ഉം കളക്ടർ റെസിസ്റ്റർ RC1. ഈ ഒന്നാമത്തെ ആംപ്ലിഫയറിന് എമിറ്റർ റെസിസ്റ്റർ വരയ്ക്കരുത്. ഇനി രണ്ടാമത്തെ ആംപ്ലിഫയറിന് R1 ഉം R2 ഉം പകരം R7 ഉം R8 ഉം കളക്ടർ റെസിസ്റ്റർ എമിറ്റർ റെസിസ്റ്റർ. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ബ്രിഡ്ജ് വരയ്ക്കേണ്ടത് ഒരു കപ്പാസിറ്ററും റെസിസ്റ്ററും സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു, രണ്ടാമത്തെ കപ്പാസിറ്ററും റെസിസ്റ്ററും പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുന്നു. ഇതിനെ വിളിക്കുന്ന പേര് ലീഡ് ലാഗ് നെറ്റ്വർക്ക് എന്നാണ്. ലീഡ് ലാഗ് നെറ്റ്വർക്ക്. അതിനകത്ത് R1 ഉം C1 ഉം സീരീസ് ആയിട്ടുമുണ്ട്, R2 C2 പാരലൽ ആയിട്ടുണ്ട്. ഇതിനെ വിളിക്കുന്ന പേര് ലീഡ് ലാഗ് നെറ്റ്വർക്ക് എന്നാണ്. ഇത് ഒന്നാമത്തെ ആംപ്ലിഫയറിന്റെ ബേസിൽ പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കും. അപ്പോൾ ഇതിന്റെ കണക്ഷൻ ഒന്നാമത്തെ ആംപ്ലിഫയറിന്റെ ബേസിലേക്ക് കൊടുക്കുന്നു. രണ്ടാമത്തെ റെസിസ്റ്റേഴ്സ് നോക്കുക, R3 ഉം R4. ഇതിനെ വിളിക്കുന്ന പേര് വോൾട്ടേജ് ഡിവൈഡർ. R3 ഉം R4 വിളിക്കുന്ന പേര് വോൾട്ടേജ് ഡിവൈഡർ. ഇതിന്റെ കണക്ഷൻ പോകുന്നത് ഒന്നാമത്തെ ആംപ്ലിഫയറിന്റെ എമിറ്ററിലേക്കാണ്, ആ ട്രാൻസിസ്റ്ററിന്റെ എമിറ്ററിലേക്കാണ്. അപ്പോൾ ഈ R3 R4 വിളിക്കുന്നവര് വോൾട്ടേജ് ഡിവൈഡർ. ഇത് ഈ ട്രാൻസിസ്റ്ററിന്റെ എമിറ്ററിൽ നെഗറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കും. ഇനി ഈ രണ്ടാമത്തെ ആംപ്ലിഫയറിന്റെ കളക്ടറിൽ നിന്ന് ഒരു കപ്പാസിറ്റർ വഴി ഈ ബ്രിഡ്ജിന്റെ ഈ പാർട്ടിലേക്ക് കണക്ട് ചെയ്യും. ഇതിന്റെ ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. F = 1/2π √R1 R2 C1 C2 ആണ്. R1 = R2 എന്ന് എടുക്കാം, R1 ഉം R2 ഉം തുല്യമാണെന്ന് എടുക്കാം, C1 ഉം C2 ഉം തുല്യമാണെന്ന് എടുക്കാം. അങ്ങനെ വന്നാൽ ഫ്രീക്വൻസി = 1/2π. R1 ഉം R2 ന് പകരം R എന്ന് എടുക്കാം, C1 ഉം C2 ന് പകരം C എന്ന് എടുക്കാം. അപ്പോൾ 1/2π √R² C² = 1/2π RC. ഓക്കെ, ഈ RC ഫേസ് ഷിഫ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ മുഖേന നമുക്ക് വേരിയബിൾ ഫ്രീക്വൻസി ജനറേറ്റ് ചെയ്യാൻ പറ്റും. RC ഫേസ് ഷിഫ്റ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനകത്ത് നമുക്ക് വേരിയബിൾ ഫ്രീക്വൻസി കമ്പയർ ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് പ്രോബ്ലം ചോദിക്കും, calculate resonance frequency of a Wien bridge oscillator when R is equal to 100K, C is equal to 500 PF. അപ്പോൾ ഫ്രീക്വൻസി കാണാനുള്ള ഇക്വേഷൻ F = 1/2π RC. 1/2π R ന്റെ വാല്യൂ 100 into 10⁻³ C യുടെ വാല്യൂ 500 into 10⁻⁻6. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഫ്രീക്വൻസി കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീൻ ബ്രിഡ്ജ് ഓസിലേറ്റർ. ഇത് നന്നായിട്ട് പഠിക്കുക.